ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. അതിന് ഞാൻ എന്തെല്ലാമാണ് എടുത്തത് എന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ നിലക്കടല, 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി മുറിച്ചത്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 പച്ചമുളക്, 1 പുളിനാരങ്ങ. ഈ എടുത്തതിൽ കുറച്ച് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ഒന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് ചോറ് വേവിക്കാം. 3 കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയാണ് എടുത്തത്. ഇനി വെള്ളം വറ്റി വരുമ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരി വെന്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എള്ളെണ്ണ ഒഴിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ളി കടുകിട്ട് കൊടുക്കാം. ഇതിന് എള്ളെണ്ണയാണ് നല്ലത്, അതാണ് നല്ല സ്വാദ്. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കടലപ്പരിപ്പിട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പിന് പകരം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കടിക്കാൻ താല്പര്യമുള്ള അളവിൽ എടുത്താൽ മതി. ഇതിലിങ്ങനെ പല സാധനങ്ങളും ഇടുന്നത് കൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇതിന് അച്ചാറോ പപ്പടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പുളിനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പുളിനാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ കയ്പുണ്ടാവും. ചോറ് ഇടുന്നതിന് മുന്നേ ആ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് ഉപ്പ് കൂടാതെ നോക്കണം. എനിക്ക് ചോറും കറിയും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോ തരത്തിലുള്ള റൈസും ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർക്കാം. ഇങ്ങനെയുള്ള ചോറുണ്ടാക്കുമ്പോൾ കറിയുടെ ആവശ്യമില്ല. ഒന്ന് ഇളക്കി മൂടി വെച്ചാൽ ചോറ് റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.